ഹജ്ജിന് പോകുന്ന ആളുകൾ പല തെറ്റിദ്ധാരണയിലും അകപ്പെടാറുണ്ട്. അതിലൊന്നാണ് ഈ ഹജ്ജിന്റെ എല്ലാ കർമ്മങ്ങൾക്കും ഒതു ആവശ്യമാണ് എന്നൊരു ധാരണ. ഇത് ശരിയല്ല. നമ്മൾ ശുദ്ധിയും വൃത്തിയും ഒക്കെ വേണമെന്നുള്ളത് എല്ലാവർക്കും എല്ലാ കാര്യത്തെപ്പറ്റിയും അറിയുന്നതാണ്. ഒതു ആവശ്യമുള്ളൊരു സന്ദർഭം നമ്മുടെ ഹജ്ജിന്റെ കർമ്മവുമായി ബന്ധപ്പെട്ട് തവാഫിന്റെ സമയത്താണ്. തവാഫ് ശുദ്ധിയോടുകൂടി നിർവഹിക്കാവുന്ന റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതിന് ഒതു ആവശ്യമാണ് എന്നാണ് പണ്ഡിതന്മാരെല്ലാവരും പറയുന്നത്. അപ്പോ അല്ലാത്തൊരു അഭിപ്രായം ഇതിലുണ്ട് എന്നുള്ളത് സാന്ദർഭികമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോ ഒതു എടുത്ത് തവാഫ് ചെയ്യുന്നു. 7 തവാഫാണ്. നല്ല തിരക്കുള്ള സമയമാണെങ്കിൽ കുറച്ചു നേരം സമയം എടുക്കുകയും ചെയ്യും, നല്ല തിരക്കുള്ള കാലത്താവും. അപ്പൊ ചിലപ്പോൾ ഒതു നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഒതു നഷ്ടപ്പെടുന്ന രീതി സാധാരണഗതിയിൽ ഒതു നഷ്ടപ്പെടാം. അങ്ങ് നഷ്ടപ്പെട്ടാൽ അയാൾക്ക് പുതുക്കണം. ആ പുതുക്കലൊരു ആവശ്യമാണ്. അപ്പൊ അതിൽ ഒതു നഷ്ടപ്പെടുന്ന പറ്റിയ തെറ്റിദ്ധാരണ കൂടി തിരുത്തേണ്ടത്, ഈ സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ചാണ് തവാഫ് ചെയ്യുന്നത്. അന്യരായ പുരുഷന്മാരും അന്യരായ സ്ത്രീകളുമാണ്. അവർ തമ്മിൽ തൊടാനൊക്കെ സാധ്യത ധാരാളമാണ്. അതിനൊന്നും ഒതു നഷ്ടപ്പെടില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന ചില ഖുറാഫി വിഭാഗങ്ങൾ, യാഥാസ്ഥിക വിഭാഗങ്ങൾ, ഭാര്യ ഭർത്താവിനെ തൊട്ടാൽ തന്നെ ഒതുമുറിയും, ഭർത്താവ് ഭാര്യനെ തൊട്ടാൽ തന്നെ ഒതുമുറിയും എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. അവർക്ക് അതിന് ആവശ്യമില്ലാത്തൊരു തെറ്റായ മസാല പഠിപ്പിക്കുന്നു. ഇവിടുന്ന് പോകുമ്പോൾ തന്നെ നിങ്ങൾ അവിടെ ചെന്നാൽ ഈ മദ്ഹബ് മാറുക, ഷാഫി മദ്ഹബ് മാറിയിട്ട് ഹനഫി മദ്ഹബ് ആയാലും മതി. ഹനഫി മദ്ഹബിൽ ഭാര്യ ഭർത്താവും തമ്മിൽ തൊട്ട ഒതുമുറിയില്ല എന്നാണ്. ഇതൊക്കെ ആവശ്യമില്ലാത്ത വ്യാഖ്യാനവും ദുർവ്യാഖ്യാനവുമാണ്. ഇതൊന്നും അതിന്റെ അർത്ഥമല്ല. അവിടെ ചെല്ലുമ്പോൾ ഇങ്ങോട്ട് പോലും പിന്നെ മദ്ഹബ് ഇങ്ങോട്ട് തന്നെ മാറുക. ഇതൊന്നും അള്ളാഹുന്റെ റസൂൽ പഠിപ്പിച്ച രീതിയല്ല. തൊട്ടതിന്റെ പേരിൽ ഒതു നഷ്ടപ്പെടുന്ന പ്രശ്നമല്ല. ദുരുദ്ദേശപരമായിട്ട് വികാരപരമായിട്ടും ആരെ തൊടാനും പാടില്ല. അതൊക്കെ പൊതുവായിട്ട് ബാധിക്കുന്ന വിഷയമാണെന്ന് എല്ലാവർക്കും അറിയാം. ഇനി ഒന്നും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? കഴിയുമെങ്കിൽ അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മൾ പുതുക്കണം. അതിന്റെ ചുറ്റുഭാഗത്തും തൊട്ടടുത്തും സൗകര്യം, കുറച്ചപ്പുറത്തേക്കും പുറത്തിറങ്ങിയാലൊക്കെ ഒതുണ്ട്, സൗകര്യമുണ്ട്. ഇനി അത് ചെയ്യാൻ കഴിയില്ലെങ്കിൽ തയമ്മം ചെയ്യലാണ് ഇതിന് പകരമുള്ള പരിഹാരം. അതിനവിടെ എവിടെയെങ്കിലുമൊക്കെ ഒരു സ്ഥലത്ത് പ്രതലത്തിൽ, ശുദ്ധമായ പ്രതലത്തിൽ വിസ്വി എല്ലിക്കൊണ്ട് റസൂൽ പഠിപ്പിച്ച രൂപത്തിൽ ഇങ്ങനെ ഒരു അടി മണ്ണിൽ അടിച്ചുകൊണ്ട്, അല്ലെ ചുമരിൽ എവിടെയെങ്കിലുമൊക്കെ അടിച്ചുകൊണ്ട്, ആ കൈ കൊണ്ട് മുഖവും ഇടത്തെ കൈപ്പത്തി കൊണ്ട് വലത്തെ കൈപ്പത്തിയുടെ പിൻഭാഗവും, വലത്തെ കൈപ്പത്തി കൊണ്ട് ഇടത്തെ കൈപ്പത്തിയുടെ പിൻഭാഗവും ഒരടി അടിച്ച് ഒന്നിച്ച് മുഖവും കൈപ്പത്തിയുടെ പിൻഭാഗവും തടവിയാൽ ഒളുവിന് പകരമുള്ള ശുദ്ധീകരണമായ തേമുമായി ആ തേമം നിർവഹിച്ചുകൊണ്ട് ബാക്കി പൂർത്തീകരിക്കാം. അങ്ങനെ അതിനവർക്ക് വിരോധമൊന്നുമില്ല. ദിക്റുകളും ദുആകളൊക്കെ ചെല്ലാം. പൊതുകൊണ്ടുള്ളതുകൊണ്ട് ശുദ്ധീകരിച്ചതുകൊണ്ട് ചെയ്യാവുന്നതൊക്കെ അതുകൊണ്ട് ചെയ്യാം. തവാഫിന്റെ ഇടയിൽ വർത്തമാനം പറയുന്നതിന് വിരോധമൊന്നുമില്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, വർത്തമാനം അത്യാവശ്യത്തിന് പറയുക. ഇപ്പോൾ പ്രത്യേകം പറയേണ്ട ഒരു ഉണർത്തേണ്ട കാര്യമാണ്. കയ്യിലൊക്കെ മൊബൈൽ ഉണ്ടാവും എല്ലാവരുടെയും കയ്യിൽ. അതിങ്ങനെ ഓണാക്കി ലൈവായിട്ട് ഇങ്ങനെ വീഡിയോ നാട്ടിലേക്ക് കാണിച്ചുകൊണ്ടിരിക്കും. ഞാനിപ്പോൾ തവാഫ് ചെയ്യുകയാകുന്നു, ഞാനിപ്പോൾ സൈ ചെയ്യുകയാകുന്നു, കാണുന്നില്ലേ മക്കളെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുപോയി കാണിക്കുന്ന ഏർപ്പാടൊന്നും ശരിയല്ല. അത് ആ ഇബാദത്തിനോടുള്ള അനാദരവാണ്. നമ്മൾക്കതിലുള്ള ശ്രദ്ധ നഷ്ടപ്പെടാനും കാരണമാകും. അതൊക്കെ ഇബാദത്തായിട്ട് തന്നെ നിർവഹിക്കാൻ ശ്രദ്ധിക്കുക. അതാണ് നമ്മുടെ കർമ്മങ്ങൾ പൂർത്തിയായി നിർവഹിക്കുന്നതിന്റെ ഭാഗമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം.